പിണറായി വിജയൻ BJP-യിൽ ചേരും, അല്ലെങ്കിൽ CPM NDAയുടെ ഘടകകക്ഷിയാവും, നരേന്ദ്രമോദിയെ നേതാവായി അംഗീകരിക്കും. അതിശയകരമായ അസംഭവ്യമായ കാര്യമെന്ന് തോന്നുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ഇരുധ്രുവത്തിന് നിൽക്കുന്ന രണ്ട് സംഘടനകൾ, അത് നിൽക്കട്ടെ. അറിഞ്ഞായിരുന്നോ, കേന്ദ്ര സാമൂഹ്യക്ഷേമ ശാക്തീകരണ വകുപ്പ് മന്ത്രി, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിയാണ് രാംദാസ് അത്തേവാല, കേരളത്തിലുണ്ടായിരുന്നു, കണ്ണൂരുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, പിണറായി വിജയൻ നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട്, വയസ്സൊന്നും കാര്യമുണ്ട്, ഇത്തിരി രോഗമൊക്കെ ഉണ്ട്, കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങൾ BJP-യിലേക്ക് വാ, CPM NDAയിൽ ഘടകകക്ഷിയായിട്ട് വാ. കാരണം ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഭാവിയൊന്നുമില്ല, ഇനി ഭാവിയുള്ളത് BJP-ക്ക് മാത്രമാണ്. അതുകൊണ്ട് NDAയിലേക്ക് വാ. അങ്ങനെ വന്നാൽ കേരളത്തിലും ഡബിൾ എഞ്ചിൻ സർക്കാരുണ്ടാവും, പിണറായിക്ക് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാവും. കേരളത്തോട് നരേന്ദ്രമോദിക്ക് കേരളത്തോടുള്ള ഇപ്പോൾ ഉള്ള ഇഷ്ടം ശതഗുണീഭവിക്കും. കേരളം വലിയ തോതിൽ രക്ഷപ്പെടും. പിണറായിക്ക് 3 തവണ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ആൾ എന്ന ഖ്യാതിയോടെ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാം. കാരണം ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ പിണറായിക്ക് എത്ര കാലം മുഖ്യമന്ത്രി ആയിരിക്കാൻ പറ്റും നമുക്കറിയില്ല. അപ്പോൾ അത്തരം ഒരു ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതിനെതിരെ ഈ ഗോവിന്ദൻ തുള്ളിച്ചാടി വന്നിട്ടുണ്ട്. കാരണം ഗോവിന്ദനൊരു പേടി, പിണറായി എങ്ങാനും പോയാലോ. കാരണം നിതിൻ ഗഡ്കരി വരുമ്പോൾ പിണറായി വീട്ടിൽ വിളിച്ച് സദ്യ കൊടുക്കുന്ന ആളാണ്. അപ്പോൾ മകനെയും കൊണ്ടുപോകും, മരുമകനെയും കൊണ്ടുപോകും. അങ്ങനെ ഒരു മമത BJP-യോടും മോദിയോടും പിണറായിക്കുണ്ടെന്ന് പരക്കെ പറയപ്പെടുന്നുണ്ട്. CPM-കാർക്കും ഉണ്ട്. ഗോവിന്ദനാണ് ഈ വല്ല പഴയ ഡ്രില്ല് മാഷാണല്ലോ അല്ലേ, പക്ഷെ പറയുന്ന വർത്തമാനം കേട്ട് എൻ്റെ പൊന്നോ പെറ്റതള്ള സഹിക്കത്തില്ല. അതുപോലത്തെ ആർക്കും മനസ്സിലാവാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പ്രത്യയശാസ്ത്ര ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസൊക്കെ ഉരുട്ടിക്കുഴച്ച് അണികളുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കൊടുക്കുന്ന വലിയ താത്വികാചാര്യനാണല്ലോ MP ഗോവിന്ദൻ മാഷ്. ഗോവിന്ദൻ മാഷൊക്കെ ഇപ്പോൾ ഒരു പേടി, പിണറായി എങ്ങാനും പോയാലോ. പ്രിയ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ കൂത്തുപറമ്പ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു 1979 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം. പിണറായിക്ക് വേണ്ടി പ്രസംഗിക്കാൻ വന്ന ആരാന്നറിയോ? സാക്ഷാൽ LK അദ്വാനിയാണ്. ആ പ്രസംഗം പരിഭാഷപ്പെടുത്തിയത് O രാജഗോപാലാണ്. അതേപോലെ പാലക്കാട് T ശിവദാസ മേനോൻ, കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയൊക്കെ ആയിരുന്ന T ശിവദാസ മേനോന് വേണ്ടി LK അദ്വാനി അന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ജനസംഘത്തിൻ്റെ നേതാവ്. 1977 അന്ന് BJP ഇല്ല, BJP-ക്ക് 80-ലാണല്ലോ BJP ഉണ്ടാവുന്നത്. 77-ൽ പിണറായി വിജയന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജനസംഘം, ഇന്നത്തെ BJP-യുടെ പഴയ രൂപമായ ജനസംഘം പ്രവർത്തിച്ചിട്ടുണ്ട്. നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്, പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്, ഒരുമിച്ച് വേദി പങ്കിട്ടിട്ടുണ്ട്. ഒരു ചിത്രം കാണിക്കാം, EMS ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്നു. അതിൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് AP വാജ്പേയി ആണ്, അടൽ ബിഹാരി വാജ്പേയി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന BJP-യുടെ ആവേശവുമായിരുന്ന സമാരാധ്യനായ നേതാവ് വാജ്പേയി നിൽക്കുന്നു. ചിത്രം കണ്ടു നോക്കൂ പ്രേക്ഷകരെ. അപ്പോൾ പ്രിയ എന്താ പറയുന്നത്, അസംഭവ്യമെന്നോ? 1980-ൽ BJP രൂപീകരിച്ചതിന് ശേഷമാണ് ഈ അകൽച്ച ഒക്കെ ഉണ്ടായത്. അതിനു മുമ്പ് അടിയന്തരാവസ്ഥക്കെതിരെ പൊരുതിയ പാർട്ടിയാണ്. പക്ഷേ ആ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ മുഴുവൻ കോൺഗ്രസിനെതിരെ, ഇന്ദിരാഗാന്ധിക്കെതിരെ വിധി എഴുതിയപ്പോൾ 140-ൽ 111 സീറ്റും കൊടുത്ത് കേരളം ഇന്ദിരാഗാന്ധിയുടെ കൂടെ നിന്ന്. അത് വേറെ കഥ. കേരളം അങ്ങനെയാണല്ലോ, എന്നും സത്യത്തിനും ശരിക്കും എതിരെ തിരിഞ്ഞോടും. ഇപ്പോഴങ്ങനെ തന്നെയാണ്. കണ്ടില്ലേ, BJP എന്ന് പറയുന്ന BJP-യുടെ സർക്കാർ രാജ്യത്തെ അതിവേഗം ബഹുദൂരം വികസനത്തിലേക്കും ഉന്നതിയിലേക്കും കൊണ്ടുപോകുമ്പോൾ കേരളം തിരിഞ്ഞിരിക്കും. അടിയന്തരാവസ്ഥ എന്ന ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് സമ്പ്രദായത്തിനെതിരെ ഇന്ത്യ മുഴുവൻ ഒരു മനുഷ്യനെ പോലെ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ, ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ, CPM-ൻ്റെയും BJP ജനസംഘത്തിൻ്റെയൊക്കെ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചപ്പോൾ കേരളം മാത്രം ഇന്ദിരാഗാന്ധി സിന്ദാബാദ് പറഞ്ഞു നിന്നു. കേരളം അങ്ങനെ എപ്പോഴും കേരളത്തിൽ അങ്ങനെ കേരളം പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് കേരളത്തിലുള്ളത്. പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്താ അങ്ങനെ സംഭവിച്ചത്? നിങ്ങൾ കാശ്മീർ എടുക്കൂ. കാശ്മീരിലെ വിഭജനവാദത്തെ, വിഘടനവാദികളെ പിന്തുണയ്ക്കുന്ന പാർട്ടിയാണ് PDP-യും BJP-യും കൂടെ സർക്കാരുണ്ടാക്കി ഒന്നിച്ച് ഭരിച്ചില്ലേ? അതെ. അപ്പോൾ അസംഭവ്യം എന്ന് പ്രിയം പറഞ്ഞ എന്തുകൊണ്ടാണ്? അല്ല, ഇവരുടെ രണ്ടുപേരും ഇവിടെ RSS-കാരെ കൊന്ന മൊത്തം കമ്മ്യൂണിസ്റ്റുകാർ അല്ല. 1977-ൽ ഈ പറഞ്ഞ CPM RSS സംഘർഷമുണ്ടല്ലോ തലശ്ശേരിയിലൊക്കെ. ആ സമയത്താണല്ലോ ജനസംഘവുമായിട്ട് സഖ്യമുണ്ടാക്കിയത്. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് ഓർമ്മകളുണ്ടായിരിക്കണം. അത് പഴയ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ CPM-ലെ പല ആളുകളും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വിജയരാഘവൻ പറഞ്ഞില്ലേ, വിജയരാഘവൻ പറഞ്ഞ് വിവാദമായി അല്ലേ? അതെ, പക്ഷേ അത് സത്യമാണ്. ഇപ്പോൾ സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വലിയ വിവാദമാണ്. ചില ജില്ലകളിലെ കാസർഗോഡ് അടക്കമുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്ത്, ഇവിടെയൊക്കെ ജയിച്ചു വന്ന ആളുകളുടെ പേരൊന്ന് നോക്കൂ. ഈരാറ്റുപേട്ടയിൽ ജയിച്ചു വന്ന ആളുകളുടെ പേരൊന്ന് നോക്കൂ. അതിനകത്ത് എന്താ കുഴപ്പമെന്നേ?
പേര് പറയാൻ പാടില്ല, പേര് പറഞ്ഞാൽ മതമാവും. അതെ, എല്ലാവർക്കും. കാരണം ഇവിടെ നമ്മുടെ ഇവിടെ ABCD എന്നോ XYZ എന്നോ അല്ലല്ലോ പേരിടുന്നത് അവനവൻ ജനിക്കുന്ന സമുദായത്തിൽ മതത്തിൽപ്പെട്ട മതത്തിന് അനുഗുണമായ മതവുമായി ചേർന്ന് നിൽക്കുന്ന പേരായിടുന്നത്. ചില ജില്ലകളിൽ ഈ പറഞ്ഞ പോലെ മലബാറിലെ ചില ജില്ലകളിൽ നഗരസഭകളിൽ ജില്ലാ പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ മുഴുവൻ ഒരു വിഭാഗത്തിൽപ്പെട്ടവരാ. ഈരാറ്റുപേട്ട അടക്കമുള്ളിടത്ത് അങ്ങനെയാണ്. അപ്പോൾ ഈ നാട്ടിലെ മറ്റ് വിഭാഗങ്ങൾക്ക് എവിടെ അക്കോമഡേഷൻ? ഇവിടെ ഈ BJP ഭരിക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് ഇടം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിലപിക്കുന്ന ആളുകൾ, കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മുസ്ലിം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കറിയുമല്ലോ. BJP ഏതെങ്കിലും മുസ്ലിമിനെ മന്ത്രിയാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതേ സിറ്റുവേഷൻ അല്ലേ പ്രിയ? കേരളത്തിലെ പല ജില്ലകളിൽ, പല പഞ്ചായത്തുകളിൽ, പല നഗരസഭകളിൽ, പല ജില്ലാ പഞ്ചായത്തുകളിൽ, ചില മുനിസിപ്പാലിറ്റികളിൽ ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രം ജനപ്രതിനിധികളായി വരുന്നത് മറ്റുള്ള സമുദായങ്ങളെ എങ്ങനെ ചിന്തിപ്പിക്കും? അവരുടെ അവസരം നഷ്ടപ്പെടുകയല്ലേ? മതമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറയുന്നവർ മാത്രം ഒരു ജനാധിപത്യ ബോഡിയിൽ വന്നാൽ മറ്റു മതക്കാർ എന്ത് ചെയ്യും? ഇത് സ്വാഭാവികമായൊരു ചോദ്യമാണ്. സജി ചെറിയാൻ അതാണ് ചോദിച്ചത്. സജി ചെറിയാൻ എന്തായാലും ആ ചോദിച്ചത് ശരിയായ ചോദ്യം തന്നെയാണ്. സജി ചെറിയാനെ നമ്മൾ പിന്തുണയ്ക്കും. കാരണം സജി സത്യം പറഞ്ഞു. VS അച്യുതാനന്ദൻ സത്യം പറഞ്ഞു. കേരളത്തിൽ 2047 ആകുമ്പോൾ കേരളം ഇസ്ലാമിക രാജ്യമാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കാൻ പറഞ്ഞു. അതിൻ്റെ പേരിൽ VSനെ കൊല്ലാൻ നടന്നവരുണ്ട്. സത്യമല്ലേ VS പറഞ്ഞത്? സജി ചെറിയാൻ പറഞ്ഞത് സത്യമല്ലേ? അപ്പോൾ ഈ CPM-ലെ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു സജി ചെറിയാനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം, ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയണമെന്നൊക്കെ പറഞ്ഞു. പിണറായി പറഞ്ഞാൽ അങ്ങനെയൊന്നും പറയണ്ട, ഒരു ഖേദം പറഞ്ഞാൽ മതി. പറഞ്ഞത് സത്യമാണെന്ന് പിണറായിക്കറിയാം. കേരളത്തിൽ കാരണം നമ്മുടെ എൻ്റെ സുഹൃത്താണ് മുഹമ്മദ് ഷാ, ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ ലീഗൽ അഡ്വൈസറൊക്കെ. അദ്ദേഹം ഒരു കത്തിറക്കിയിട്ടുണ്ട്. കേരളം മുഴുവൻ ലീഗിൻ്റെ സ്വാധീനം വർദ്ധിച്ചു വരുന്നു. ഇന്ന നഗരസഭകളിൽ നമുക്ക് ഇത്ര ചെയർമാൻമാരുണ്ട്, ഇത്ര പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട്, ഇത്ര അടുത്ത് വൈസ് പ്രസിഡന്റുമാരുണ്ട്, നമ്മൾ ഇത്ര സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരുണ്ട്. അത് കേരളം മുഴുവൻ നമ്മൾ വ്യാപിച്ചു എന്നവർ പറയാണ്. ആ കൂട്ടത്തിൽ എത്ര പേരുണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ലാത്തത്? ആരുമില്ല. സജി ചെറിയാൻ പറഞ്ഞു എന്നതുകൊണ്ട് സജി ചെറിയാൻ്റെ തലപെട്ടാൻ നിൽക്കേണ്ട. സജി ചെറിയാൻ പറഞ്ഞത് സത്യമാണ്. സജി ചെറിയാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അത് ഞാൻ മതേതര ഫാബ്രിക്കിൽ വിശ്വസിക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, CPM-ന് ബോധ്യപ്പെടുന്നുണ്ട്. CPM-ന് നന്നായി മനസ്സിലാവുന്നുണ്ട്. പിന്നെ വേറെ കാര്യമുണ്ട്. എന്തുകൊണ്ട് BJP-യും CPM-ഉം തമ്മിലുള്ള ഒരു സഖ്യം ഉണ്ടായിക്കൂടാ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ആരാ? CPM-ആണ്. BJP CPM സഖ്യമുണ്ടായാൽ കേരളം 100 വർഷക്കാലം ആ സഖ്യം ഭരിക്കും. സംശയമുണ്ടോ? കാരണം രാഷ്ട്രീയത്തിൽ അസംഭവ്യം എന്ന് പറയുന്ന ഒന്നുമില്ല. കാരണം ഈ രാംദാസ് അത്തേവാല ചോദിച്ചു, സോഷ്യലിസ്റ്റുകൾ, ജയപ്രകാശ് നാരായണൻ മുതലുള്ള ആ ഒരു സോഷ്യലിസ്റ്റ് പാരമ്പര്യം ഉണ്ടല്ലോ, ആ സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തിൽപ്പെട്ട ആളുകൾ ഇന്ന് NDAയുടെ ഭാഗമാണ്. സോഷ്യലിസ്റ്റുകൾക്കാകാമെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തുകൊണ്ടായിക്കൂടാ? ന്യായമായ ചോദ്യമല്ലേ? അപ്പോൾ ഇത് വളരെ വളരെ വ്യക്തമായ ഒരു ദിശാസൂചിയാണ് രാംദാസ് അത്തേവാല മുന്നോട്ട് വെച്ചത്. അത് ശരിയാണ്. കാരണം കേരളത്തിലെ ഞാൻ പറയുന്നു ഇത് വളരെ ബുദ്ധിപരമായൊരു നീക്കമാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചെയർമാൻ കേരളത്തിൽ നിന്ന് നടത്തിയ പ്രസ്താവന. കാരണം കേരളത്തിലെ അണികൾ വല്ലാതെ CPM-ലെ അണികൾ, രാജേന്ദ്രനൊക്കെ BJP ചേർന്നു അല്ലേ? നമ്മുടെ റജി ലൂക്കോസ് ചേർന്നു, അവരൊക്കെ BJP ചേർന്നു. CPM-ലെ അണികളൊക്കെ BJP-യിലേക്ക് പോയാലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ BJP-യിലേക്ക് വരേണ്ട പാർട്ടിയാണ് CPM-ഉം പിണറായി വിജയനും രാംദാസ് അത്തേവാല പറയുമ്പോൾ ആ ആളുകൾക്ക് ഒരു ഊർജം കൂടിയാണ് നമുക്ക് BJP വോട്ട് ചെയ്യാം എന്നുള്ളത്. കാരണം BJP-യിലാണ് CPM പ്രവർത്തകരെ, CPM-ൽ പ്രവർത്തിക്കുന്ന ഹിന്ദു സഖാക്കളെ അങ്ങനെ പറയാം, നിങ്ങളുടെ ഭാവി BJP-യിലാണ്. നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ BJP-യുടെ ഭാഗമാവേണ്ടവരാണ്. കാരണം നിങ്ങളെ തേടി അവർ വരും ഒരു ദിവസം. കാരണം നിങ്ങളുടെ പേര് ഹിന്ദുവാണ്. ബംഗാളിൽ അവർ വന്നു. CPM-ൻ്റെ പ്രവർത്തകർ വീട്ടിലിരിക്കുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആളുകൾ, ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിക്കാർ, തീവ്രവാദികൾ വന്ന് അവരെ കുത്തിക്കൊന്നു. CPM-ന്റെ പ്രവർത്തകരാണെന്ന് വെച്ചു. കാരണം അവരുടെ പേര് ഹിന്ദുവായിരുന്നു. ബംഗാളിനപ്പുറത്ത് ബംഗ്ലാദേശിൽ മുർഷിദാബാദിൽ കൊല്ലപ്പെട്ടത് CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ്, മകൻ. അതാണ്, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേരളത്തെ പാർട്ടി അനുശോചനം പോലും രേഖപ്പെടുത്തിയില്ല. ഉറപ്പാണ് നിങ്ങളുടെ ഈ പറയുന്ന വിജയൻ എന്നുള്ള പേരും ഗോവിന്ദൻ എന്നുള്ള പേരും ശ്രീമതി എന്ന് പറയുന്ന പേരും ശൈലജ എന്ന് പറയുന്ന പേരും ഒക്കെ ഹിന്ദുവിൻ്റെ പേരാണ്. സജി ചെറിയാൻ്റെ പേരും, സജി ചെറിയാൻ നിങ്ങളുടെ പേരും കാഫിറിൻ്റെ പേരാണ്. നിങ്ങളെ തേടി വരും അവർ എന്ന് വരും. നേരം കുറിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അവർ വരാൻ പട്ടിക ഉണ്ടാക്കി വെച്ചതിൽ നിങ്ങളുടെ പേരും ഉണ്ട്. ബംഗ്ലാദേശിൽ എങ്ങനെയല്ലേ? ഇടതുപക്ഷ പ്രവർത്തകരായിരുന്ന സംഗീതജ്ഞൻ്റെ വീട് കത്തിച്ചു. അവിടുത്തെ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറി ഹിന്ദു ആയിരുന്നു, അയാളെ കൊന്നു കെട്ടിത്തൂക്കി
അയാൾ വിപ്ലവകാരിയാണ്, നിരീശ്വരവാദിയാണ്, പക്ഷേ പേര് ഹിന്ദുവിൻ്റെയാണ്. ഹിന്ദുവിൻ്റെ പേര്, കാഫിറിൻ്റെ പേരുണ്ട്. നിങ്ങളെ തേടി വരും. അത് CPM-ലെ പ്രവർത്തകർ തിരിച്ചറിയണം. കേരളം അങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ CPM പ്രവർത്തകരായ CPM-ൻ്റെ അനുഭാവികളായ ആളുകളുടെയൊക്കെ ഉള്ളിലുള്ള കാര്യമാണ് സജി ചെറിയാൻ പറഞ്ഞത്. സജി ചെറിയാനെ CPM-ലെ ഒരൊറ്റ പ്രവർത്തനം തള്ളിപ്പറയില്ല. ഹിന്ദുക്കളായ പ്രവർത്തകർ, ഹിന്ദുക്കളായ സഖാക്കൾ, ഹിന്ദു സഖാക്കൾ തള്ളിപ്പറയില്ല. കാരണം അവർക്കറിയാം സജി പറഞ്ഞത് കാര്യമാണ്, പിണറായി പറയുന്നത് കാര്യമാണ്, ബാലൻ പറഞ്ഞത് കാര്യമാണ്. കേരളത്തിൽ അടുത്ത UDF-ൻ്റെ സർക്കാർ വന്നാൽ ആഭ്യന്തരം ഭരിക്കാൻ പോകുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്, വെൽഫെയർ പാർട്ടിയാണ്, സുഡാപ്പിയാണ്, SDPI ആണ്. ഒരു സംശയവും ഇല്ല, ഉറപ്പായ കാര്യമാണ്. ഇത് CPM ഉറക്കെ പറയുന്നു എന്നുള്ളത് നമ്മൾ കാണണം, കണ്ണ് തുറന്ന് കാണണം, കാത് കൂർപ്പിച്ച് കേൾക്കണം. കേരളം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക്, കേരളത്തിൻ്റെ ഭാവി തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. കേരളത്തിൽ ഹിന്ദുവിന് വേണ്ടി സംസാരിക്കാൻ കുറഞ്ഞത് 15 MLA-മാരെങ്കിലും കേരളത്തിലെ നിയമസഭയിൽ ഉണ്ടായില്ല എങ്കിൽ കേരളം അതിഭീകരമായ ഒരു കെടുതിയിലേക്ക് വീഴും, നാശത്തിലേക്ക് വീഴും. ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിയേണ്ട ഒരു ബാധ്യത സഖാവ് പിണറായി വിജയനുണ്ട്, CPM-ലെ ഹിന്ദു സഖാക്കൾക്കുണ്ട്. ഹിന്ദു സഖാക്കളെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ എന്തു നിലപാടെടുക്കണം. CPM നിങ്ങളുടെ പാർട്ടി NDA ചേരട്ടെന്നേ. കേരളം നമുക്ക് പുതിയൊരു കേരളം സൃഷ്ടിക്കാം. നവകേരളം എന്ന് പറയുന്നില്ല, അതിഗംഭീരമായിരിക്കും. കേരളം ഇന്ത്യയിലെ ഏറ്റവും വലിയ വികസിത സംസ്ഥാനമായിട്ട് മാറും. കേരളം ഈ പറയുന്ന മതവർഗീയ ശക്തികൾക്കെതിരെ, രാജ്യവിരുദ്ധരായ മതവർഗീയ ശക്തികൾക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന സംസ്ഥാനമായിട്ട് മാറും. കേരളം നാളത്തെ ദുബായ് ആയിട്ട് മാറും. കേരളം അതിസമ്പന്നമായ ഒരു സംസ്ഥാനമായി മാറും. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. BJP വിരുദ്ധരായ സഖാക്കൾ കുറേ ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും? BJP വിരുദ്ധരായ സഖാക്കൾക്കൊക്കെ കാര്യം അറിയാം. അവർക്ക് വേറെ CPM എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് CPM-ആണ്. നീ സ്റ്റാൻഡിൽ കിടന്ന് ഓട്ടോ ഓടിക്കുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനറിയാം, എൻ്റെ പാർട്ടി ചെയ്യുന്നതൊന്നും ശരിയല്ല, എൻ്റെ പാർട്ടി അമ്പലക്കള്ളന്മാരാണ്, എൻ്റെ വിശ്വാസത്തെ കൊള്ളയടിക്കുന്ന, എൻ്റെ വിശ്വാസത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരാണെന്നറിയാം. പക്ഷെ അവന് വേറെ ഓപ്ഷനില്ല. അവൻ നാളെ പരസ്യമായിട്ട് BJP പോയി ചേർന്നാൽ അവൻ ആ സ്റ്റാൻഡിൽ കിടന്ന് ഓടാൻ പറ്റില്ല. നീല ഉടുപ്പിട്ട് നടക്കുന്ന ഹിന്ദുക്കളായ ചുമട്ട് തൊഴിലാളി സഖാക്കൾക്കറിയാം എൻ്റെ പാർട്ടി ചെയ്യുന്നത് കടുത്ത അനീതിയാണ്, കടുത്ത ചതിയാണ്, ഹിന്ദുക്കളെ നശിപ്പിക്കാനുള്ള നിലപാടാണ് ഹിന്ദുക്കളുടെ ഭൂരിപക്ഷമുള്ള പാർട്ടി എന്നറിയാം. പക്ഷേ അവന് മിണ്ടാൻ വയ്യ. നാളെ അവൻ മിണ്ടിക്കഴിഞ്ഞാൽ നാളെ അവൻ്റെ യൂണിഫോം പോവും, നീല യൂണിഫോം പോവും, അവൻ്റെ ചുമട്ട് തൊഴിലാളി പണി ഇല്ലാണ്ടാവും, സഹകരണ ബാങ്കിലെ ജോലി പോവും. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. പക്ഷേ അവരുടെ ഉള്ളിൽ ഇങ്ങനെ നെരിപ്പോട് പോലെ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ശരിയായ വഴി എന്ന് പറയുന്നത് ദേശീയതയ്ക്കൊപ്പമാണെന്നുള്ള. ആ വഴിയിലേക്ക് അവർ ഇന്നല്ലെങ്കിൽ നാളെ വരും, ഉറപ്പാണ്. രാജേന്ദ്രൻ വന്നില്ലേ, വരുമെന്നേ, ഇനിയും വരും. മണിയാശാൻ വരുമെന്നേ, ഉറപ്പല്ലേ. നമുക്ക് നാടൻ ഭാഷ പറയുന്ന കുറച്ച് ആളുകളെയും വേണം. ഏതായാലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യ ലൈവ് നിങ്ങൾക്ക് ഇത്തരം വാർത്തകൾ നിരന്തരം നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നമ്മുടെ ആ ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള നീല ബാർ തെളിഞ്ഞു വരും. അവിടെ ഒന്ന് വിരലമർത്തുക, തൊട്ടപ്പുറത്തെ ബെൽ ഐക്കൺ അമർത്തുക.